ഒരു കാലത്ത് മലയാള സിനിമയെ പോറ്റിക്കൊണ്ടിരുന്നവർ അല്ലെങ്കിൽ മലയാള സിനിമയിലെ രാജാക്കന്മാർ എന്ന് പറയുന്നത് ഈ കോമഡി താരങ്ങൾ തന്നെയാണ്. ഹാസ്യ കഥാപാത്രങ്ങളുമായി നമുക്ക് മുന്നിലേക്ക് എത്തിയ ഹരിശ്രീ അശോകനും മാമുക്കോയും സലിം കുമാറും ഗിന്നസ് പക്രുവും കൊച്ചിൻ ഹനീഫയും ഒക്കെ തന്നെയാണ് മലയാള സിനിമയെ നിലനിർത്തിയവർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അക്കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ദിലീപ്. ഒരു ഹാസ്യ കലാകാരനായി മിമിക്രിക്കാരനായി ദിലീപ് എത്തിയെങ്കിലും പിന്നീട് മെഗാ സ്റ്റാർ ലെവൽ വരെ ഒരു ജനപ്രിയ നായകനായി വരുത്തിയ ആളാണ് ദിലീപ്. എന്നിട്ട് മണ്ണ വഴി മറക്കാത്ത ആളാണ് ദിലീപ്. പലപ്പോഴും എല്ലാവരുടെയും കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ ഇപ്പോഴും സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ദിലീപ്. അതുപോലെ തന്നെ പല കലാകാരന്മാരോടും ദിലീപിന് സിനിമയ്ക്കകത്തും പുറത്തും വലിയ സ്നേഹവും സ്വാധീനവുമാണുള്ളത്. വ്യക്തിജീവിതത്തിലുമൊക്കെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് ദിലീപും സലീം കുമാറും. സലീം കുമാറിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് കണ്ണീരോടെ ഓടിയെത്തുകയായിരുന്നു ദിലീപും കാവ്യ മാധവനും. ഇരുവരും ഒന്നിച്ച് പല സിനിമകളിലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് ദിലീപ് വലിയ പ്രതിസന്ധിയിലായ സമയത്തും പിന്തുണച്ച് കൂടെ നിന്നവരിൽ പ്രധാനി സലിം കുമാർ ആയിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടാണ് നടൻ എത്തിയത്. ഇതിന്റെ പേരിൽ സലിം കുമാർ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു. അന്ന് പറഞ്ഞ നിലപാടിൽ നിന്നും ഒരിക്കലും മാറാതെ മരണം വരെ ഉറച്ചു നിൽക്കുകയായിരുന്നു സലിം കുമാർ. ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മക്കളെ പിടിച്ചാണ് സത്യം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ദിലീപ് ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അയാളെ വിധിക്കേണ്ട ആളുകൾ നമ്മളല്ലെന്നാണ് പറഞ്ഞത്. വിധി നടപ്പിലാക്കേണ്ടത് നമ്മളോ മാധ്യമങ്ങളോ അല്ല, കോടതിയാണ്. അത്രമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിൽ എനിക്ക് കുഴപ്പവുമില്ല. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ തെറ്റാണെന്നോ ശരിയാണെന്നോ പറഞ്ഞിട്ടില്ല. അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല. ചിലപ്പോൾ അയാൾ തെറ്റുകാരനല്ലെങ്കിലോ? കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യമാണ്. ഇനി അഥവാ അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എവിടെ കൊണ്ടുപോയി നമ്മളത് തീർക്കുമെന്നാണ് അന്ന് സലിം കുമാർ ചോദിച്ചത്. ഞാൻ ഇതിനെപ്പറ്റി ദിലീപിനോട് ചോദിച്ചിരുന്നു. തെറ്റുകാരനല്ലെന്നും ഒന്നും ചെയ്തിട്ടില്ലെന്നുമാണ് പുള്ളി പറഞ്ഞത്. നീ അത് ചെയ്തിട്ടുണ്ടോ? സത്യം പറയാൻ പറഞ്ഞപ്പോൾ മക്കളെ പിടിച്ചാണ് ദിലീപ് സത്യം ചെയ്തത്. ചെയ്തിട്ടില്ലെന്നു തന്നെ പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പോൾ ഒരു മനുഷ്യന് അങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ പറ്റില്ല. ദിലീപ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. അതെന്റെ വിശ്വാസം കൂടിയാണ്. അത് ചിലപ്പോൾ ശരിയാവാം, അതല്ലെങ്കിൽ തെറ്റുമായിരിക്കാം. എന്തായാലും കോടതിക്ക് മുന്നിൽ ഇരിക്കുന്ന കാര്യമാണല്ലോ എന്നും സലീം കുമാർ പറഞ്ഞിരുന്നു. സിനിമയിലേക്ക് മടങ്ങി വരണം എന്ന് അതിയായി ആഗ്രഹിച്ച ആളുകൂടിയാണ് സലീം കുമാർ. ഒരിടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ സിനിമയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു സലീം കുമാർ മടങ്ങിയെത്തണമെന്ന്. പല താരങ്ങളും ദിലീപിന്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ ദിലീപിലൂടെയാണ് മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തിയത്. അവരുടെയൊക്കെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ താങ്ങായി നിന്നത് ദിലീപ് തന്നെയാണ്. ഇപ്പോൾ തന്റെ ഒപ്പമുണ്ടായിരുന്ന, തന്റെ ജ്യേഷ്ഠനെ പോലെ കൂട്ടുകാരനെ പോലെയൊക്കെ ഒപ്പം നിന്ന ആളുടെ മരണത്തിൽ ദിലീപും നെഞ്ചു തകർന്നു നിൽക്കുന്ന കാഴ്ചയാണ്